ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മട്ടൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് കഴുകി വൃത്തിയാക്കി 1/2 കിലോ മട്ടണും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് 2 കഷ്ണം പട്ടയും 2 ഏലക്കായും 2 ഗ്രാമ്പൂവും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 5 പച്ചമുളക് 2ആയി പിളർന്നതും കുറച്ച് കറിവേപ്പിലയും 2 സവാള സ്ലൈസ് ചെയ്തതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാളയെല്ലാം വഴന്നതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം വാടിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പുരട്ടി വെച്ചിരിക്കുന്ന മട്ടണും കുറച്ച് പുതിനയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വേവിക്കാനായി വയ്ക്കാം. 5 വിസിലിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം. മട്ടണെല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവി കുറുകിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.